മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഇവിടെ വിശുദ്ധരുടെ ജീവിതങ്ങളും തിരുവചനങ്ങളും തിരുസഭയുടെ പഠനങ്ങളും എല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തെ മാധുര്യകരമാക്കുവാനുള്ള ഒരു വലിയ പരിശ്രമം. അത് നമ്മെ സഹായിക്കുവാനായിട്ട് എന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെയ്സി ആൻറ്റിയാണ്. ആൻറ്റി ട്രിവാൻഡ്രത്ത് വരുന്നു. ആൻറ്റിയെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പമുള്ള രണ്ട് അമ്മമാരാണ്. പ്രിയപ്പെട്ട പ്രീത ചേച്ചി കോട്ടയത്ത് നിന്ന് വരുന്ന ചേച്ചിയാണ്. ഏഞ്ചൽസ് ആർമിയുടെ കോർഡിനേറ്റർ. ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഒത്തിരി എപ്പിസോഡിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മേരി ചേച്ചിയുണ്ട്. ചേച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു. ചേച്ചിയെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ചലോ എന്ന് പറയുന്നൊരു കുട്ടി അവൻ്റെ അമ്മയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അമ്മ എനിക്കൊരു അച്ഛനാവണം. അപ്പം അമ്മ അവനെ അടിമുടിയും നോക്കി. അപ്പോൾ അവനന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കണം. അമ്മ പറഞ്ഞു, നീ അച്ഛനാവാനൊക്കെ പോകണം മോനെ, കുറേ പഠിക്കാനുണ്ട്, പല ഭാഷകളൊക്കെ പഠിക്കണം, അതുകൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അച്ഛൻ ഈശോനൊക്കെ എടുത്ത് ഉയർത്തുമ്പോൾ എനിക്ക് കൊതിയാണ് ഒരു അച്ഛനാവണമെന്ന്. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, എന്നാൽ നിൻ്റെ ആഗ്രഹമുള്ളതല്ലേ? അമ്മ ഒരു പഴയ ജപമാല എടുത്തിട്ട്, പൊട്ടിയ ജപമാല എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ജപമാലയിൽ പ്രാർത്ഥിക്ക്, പരിശുദ്ധ അമ്മ ശ്രമിച്ചാൽ നിനക്ക് അച്ഛനാവാം. അവൻ കുറച്ച് നാൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അവന് ഏകദേശം 10ാം തരം പോലെയുള്ള പരീക്ഷയൊക്കെ പാസ്സായി നല്ല മാർക്കൊക്കെ മേടിച്ച് അമ്മയെടുക്കും നെഞ്ചു വെച്ചു. അമ്മയല്ലേ പറഞ്ഞത് എനിക്ക് പറ്റത്തില്ലെന്ന്, കണ്ടാ ഞാൻ ജപമാല ചൊല്ലി 10ാം ക്ലാസ് ജയിച്ചു, ഇനി എനിക്ക് അച്ഛനാവാൻ പോകാമല്ലോ. അപ്പം അമ്മ പറഞ്ഞു, നീ അച്ഛനാവാൻ പോയിട്ടൊന്നുമില്ലല്ലോ, പോകാൻ പോകുന്നല്ലേ ഉള്ളൂ, പോയി ജപമാലയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ അങ്ങനെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അവന് സെമിനാറിലൊക്കെ അഡ്മിഷൻ കിട്ടി. അവൻ 10-12 വർഷമൊക്കെ പഠിച്ച് അച്ഛനായി. അവൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ അഭിമാനപൂർവ്വം അമ്മയുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, അമ്മ വേണമെങ്കിൽ ഇപ്പം മുട്ടുകുത്തിക്കോ, ഞാൻ ഒന്ന് കുമ്പസാരിപ്പിച്ചേക്കാം ഫ്രീ ആയിട്ട്, പിന്നെയൊക്കെ വേണം അമ്മ അവിടെ ഒന്ന് ക്യൂ നിൽക്കേണ്ടി വരും, ഞാൻ അച്ഛനായി. അപ്പം അമ്മ പറഞ്ഞു, നീ അച്ഛനല്ലേ ആയുള്ളൂ, മെത്രാനൊന്നും ആയല്ലോ, ബിഷപ്പൊന്നും ആയല്ലോ, നീ പോയി ജപമാലയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മ വളരെ നൈസായിട്ട് അവനെ പറഞ്ഞു വിട്ടു. കുറച്ച് നാൾക്ക് ശേഷം ചരിത്രത്തെ സാക്ഷിയാക്കി അവൻ ആ നാട്ടിൽ തന്നെ ബിഷപ്പായി മാറി. അപ്പോൾ അവൻ ബിഷപ്പിൻ്റെ ചുമലത്തൊപ്പിയും വലിയ മോതിരമൊക്കെ ആയിട്ട് വീട്ടിൽ കാറിൽ വന്നിറങ്ങിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ വേണമെങ്കിൽ ഇപ്പോൾ ഈ എൻ്റെ മോതിരത്തിൽ ഒന്ന് ചുംബിച്ചോളൂ, നാളെയാണ് എൻ്റെ ഓഫീസിൽ വന്ന് ക്യൂ എടുത്ത് നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്തോളൂ എന്നെ കാണാനായിട്ട്. അപ്പം അമ്മ അവനോട് പറഞ്ഞു, മോനെ നീ ബിഷപ്പല്ലേ ആയുള്ളൂ, പോപ്പൊന്നും ആയില്ലല്ലോ, നീ പോയി കൊന്തയിൽ പ്രാർത്ഥിക്കണം, നീ നന്നാവട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് നാൾക്ക് ശേഷം ഏകദേശം 1900 മധ്യത്തിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഗുഡ് പോപ്പ് എന്ന് ചരിത്രം മുഴുവൻ പറഞ്ഞ ജോൺ 23 മാർപ്പാപ്പയായി ഈ ആഞ്ചലോ ജൂസപ്പെ ഉയർത്തപ്പെട്ടു. ഇവൻ പിതാവായ ശേഷം ആദ്യത്തെ പബ്ലിക് ഓഡിയൻസിൽ പിതാവ് പറഞ്ഞ വാക്യപ്രകാരമായിരുന്നു, പരിശുദ്ധ അമ്മ മണ്ടനായ എന്നെ തിരുസഭയുടെ അധിപനാക്കി മാറ്റി, പരിശുദ്ധ അമ്മ എന്നെ മാർപ്പാപ്പയാക്കി മാറ്റിയെന്ന്. ഇത് കണ്ടുകൊണ്ട് അവൻ്റെ അമ്മ താഴെ കണ്ണീരണിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് മധുരമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ സംസാര വിഷയവും. പരിശുദ്ധ അമ്മയ്ക്കൊപ്പം അമ്മയുടെ മാതൃസ്നേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വർഗം കൊടുത്ത ഏറ്റവും വലിയ ആയുധമായ ജപമാല കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളെ സ്വർഗോന്മുഖരാക്കി വളർത്തിക്കൊണ്ടുവരാം. നമുക്ക് എന്തായാലും നമ്മുടെ ആൻറ്റിയിൽ നിന്ന് തുടങ്ങാം. ആൻറ്റി തുടർച്ചയായിട്ട് ഇപ്പോഴും കയ്യിൽ ആൻറ്റിയിൽ ജപമാല ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റിയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം, പറയൂ. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമുക്ക് ചിലപ്പം ജപമാല മുഴുവൻ ചൊല്ലാതെ വരുമ്പോഴത്തേന്, ചൊല്ലാൻ പറ്റാതെ വരുമ്പോഴത്തേന് അതിനൊരു ഷോർട്ട് കട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിലും ഞാൻ എൻ്റെ മോക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോളെ, നീ ഒന്നും പറ്റിയില്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് മാതാവിനോട് പറയണം, ഇന്നത്തെ ദിവസം എന്നെ പാവത്തിൽ നിന്ന് സംരക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന, ട്രിപ്ലെറ്റ്സ് ഓഫ് ഹെയിൽ മേരി എന്ന് പറയും. അത് രാവിലെ, അതുപോലെ തന്നെ വൈകുന്നേരം വീണ്ടും വീട്ടിൽ അമ്മച്ചി പഠിപ്പിച്ചു 3 നന്മ നിറഞ്ഞ, എന്ത് പ്രശ്നം ഉണ്ടായാലും മറുപടിയായിട്ട് 3 നന്മ നിറഞ്ഞ, എന്ത് പ്രശ്നം ഉണ്ടായാലും 3. വൈകിട്ടും അതുപോലെ തന്നെ കിടക്കാൻ നേരത്ത് എന്നെ പാവത്തിൽ നിന്ന് സംരക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം നന്മ പറഞ്ഞു. അത് ഭയങ്കര ശക്തിയായിട്ട് തോന്നിയത്. ആ സമയത്ത് മാത്രമല്ല, വേറെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ ഈ 3 പ്രാവശ്യം, ഈ ട്രിപ്ലെറ്റ് ഓഫ് ഹെയിൽ മേരി. അപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് പിതാവിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ ഫാദർ, വിസ്ഡം ഓഫ് ജീസസ്, ഈശോയുടെ ആ ജ്ഞാനം, പിന്നെ ദ ടെൻഡർ മേഴ്സി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് 3 പുണ്യങ്ങളും നമുക്ക് കിട്ടും 3 നന്മകളിലൂടെ. അപ്പം ജപമാലയ്ക്ക് ഭയങ്കര ശക്തിയാണ്, ഇല്ലെന്നല്ല, പക്ഷെ നമുക്ക് മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റാതെ ചില സമയത്ത് നമുക്ക് ഈ 3 ഹെയിൽ മേരീസിൻ്റെ ഒരു ട്രിപ്ലെറ്റ് ഉണ്ട്, അത് ഭയങ്കര ശക്തിയായിട്ട്
തോന്നിയിട്ടുണ്ട്, മോക്ക് ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് എന്തായാലും നമ്മുടെ എപ്പിസോഡിൽ അമ്മമാർ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അമ്മമാർക്കാണല്ലോ പ്രത്യേക കഴിവ്. നമുക്ക് മേരിച്ചി ഈ ജപമാലയും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഒക്കെ ചേർത്ത് വെച്ച് മക്കളെ എങ്ങനെയാണ് ഈ അമ്മയുടെ പ്രൊട്ടക്ഷൻ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത്? വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആവുന്ന സമയത്തേക്ക് ഷോർട്ട് പ്രെയർ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അതാണ് ഇഷ്ടം, ഷോർട്ട് പ്രെയർ. ജപമാല ഒഴിവാക്കാനായിട്ടുള്ള ആ ഒരു കാര്യം. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ എവിടെയോ വായിച്ച ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. ഒന്നെങ്കിൽ ഒരു പാപി ജപമാല ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ജപമാല നമ്മൾ നിത്യം ചെല്ലുന്ന ആൾക്ക് പാപം ഉപേക്ഷിക്കാൻ പറ്റും. ഒന്നുകിൽ പാപി ജപമാല ഉപേക്ഷിക്കും, പാപിക്ക് ഒരിക്കലും ജപമാലയോടൊപ്പം പോകാൻ പറ്റില്ല, പാപം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം നമ്മൾക്ക് എപ്പോഴും ഈശോൻ്റെ ഒരു സംരക്ഷണത്തിൽ നമ്മൾ പാപത്തിൽ വീഴാണ്ട് പാപത്തിൽ തന്നെ തുടർന്ന് നിൽക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ജപമാല. അപ്പം ഇതാണ് ഞാൻ ആ ഒരു ജപമാല നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തൊരു കാര്യം. ജോൺ പോൾ രണ്ടാമൻ ഭയങ്കര ശക്തമായിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, കയ്യിലെടുക്കുമ്പോൾ ഏറ്റവും ശക്തമായ ആയുധവും കഴുത്തിലണിയുമ്പോൾ ഏറ്റവും മനോഹരമായ ആഭരണവുമാണ് ജപമാല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനവും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വളർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണല്ലോ. പ്രതീക്ഷ വീട്ടിലെങ്ങനെയാണ് പിള്ളേരെ ഇതുപോലത്തെ കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് വളർത്തുന്നത്? ജപമാല വീട്ടിൽ ചൊല്ലുമ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് ഓരോ ഡെക്കേഡ്സും ഓരോ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇന്ന ദിവസം ഇവരുടെ ഇന്ന ആവശ്യങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് വിശുദ്ധരെയൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവരവരുടെ രഹസ്യത്തിന് ഇവർ മുട്ടുകുത്തുമ്പോൾ ചില സമയത്ത് പിള്ളേർക്ക് മടി വരുമല്ലോ, അവരവരുടെ രഹസ്യങ്ങൾക്ക് ഇവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ജപമാല കുറച്ചും കൂടി അത് ഉണർവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ സ്കൂളിലേക്ക് പോകാനായിട്ട് പിള്ളേർ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുരിശ് വരച്ച് ഒന്ന് പ്രാർത്ഥിക്കാനോ ചിലപ്പോൾ നേരം കാണുള്ളൂ. അപ്പോൾ ഞാൻ പോകുമ്പോൾ പറയും ഒരു 10 നന്മ പറഞ്ഞു പറയും, സ്കൂളിൽ എത്തണ വരെ ബസ്സിലിരുന്ന് ഒരു 10 നന്മ പറഞ്ഞു, അത് ഇന്ന കാര്യത്തിനോട് ഒന്ന് വെച്ചേക്കട്ടെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു 10 നന്മ, അതാകുമ്പോഴത്തേക്ക് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നന്മ പറഞ്ഞിറമയില്ലേ, അപ്പോൾ 10 കൊന്തയെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നു തരില്ല. പക്ഷേ ഈ 10 നന്മ പറഞ്ഞിറമേ ചെല്ലിയെന്ന് പറയുമ്പോൾ തിരിച്ചു വരുമ്പോൾ അതുപോലെ ചില സമയങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലൊരു ഫ്രണ്ടിലൊരു ചെറിയ മാതാവിൻ്റെ ഒരു ഗ്രോട്ട ഉണ്ടായിരുന്നു, കുഞ്ഞ് വീട്ടിൽ തന്നെ ഗ്രോട്ട ഉണ്ട്, ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ എത്രയും തേള മാതാവേ, അപ്പോൾ ഇറങ്ങാൻ നേരത്തോടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു 3 എത്രയും തേള മാതാവേ, ഇനി ഒന്ന് ചൊല്ലിയിട്ട് ബാക്കി പോകുന്ന വഴിക്കാണെങ്കിലും. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയാണെന്നുള്ള അമ്മയുടെ ആ സ്നേഹം അമ്മയുടെ അടുത്തൊന്ന് ആ ഒരു ബന്ധം കിട്ടാനായിട്ട് ഈ ഒരു സ്കൂളിലേക്ക് ഇറങ്ങണ സമയത്തും 1, 2, 3 നന്മ പറഞ്ഞ എത്രയും തേള മാതാവ്, ഇങ്ങനത്തെ കുഞ്ഞു പ്രാർത്ഥനകൾ ഇവരെ സഹായിക്കുന്നു. വീട്ടിലെ അമ്മച്ചി കുഞ്ഞിലേക്ക് അസുഖമൊക്കെ വരുമ്പോഴും രാത്രി ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോഴും അമ്മച്ചി എപ്പോഴും പറയും 9 എത്രയും നന്നായിട്ട് ഉണർന്നിരുന്ന് ചെല്ലിയാൽ മതി എന്ന്. അത്ര ഉണർന്നിരുന്ന് ചെല്ലുമ്പോൾ തന്നെ ഏത് കൊച്ചു ഉറങ്ങിപ്പോകും. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എപ്പോഴും അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഞാനിങ്ങനെ അടുത്തിടെ ബേബി ജോൺ കലയന്താനിയുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അനുഗ്രഹീതനായ സംഗീത സംവിധായകനും പാട്ടുകാരനൊക്കെയാണല്ലോ ബേബി ജോൺ കലയന്താനി. ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു രസകരമായ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അതേ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഈ ഓഡിഷനൊക്കെ വേണ്ടി പാട്ടൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടി പ്രശസ്തരായ പാട്ടുകാരൊക്കെ വന്നിരിക്കും. എൻ്റെ കവി എനിക്ക് നാളാണ്, ഞാൻ ഒരു സംഗീത സ്കൂളിലും പഠിച്ചിട്ടില്ല, ഒരു സ്കൂളിലും ഒരു കോളേജിലും പോയി ഇതിൻ്റെ ഒരു ഡിഗ്രി എടുത്തിട്ടില്ല. ആകെ നമ്മുടെ ഡിഗ്രി എടുത്തേക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കോളേജിൽ നിന്ന് മാത്രമാണ്. ആകെ അറിയാവുന്ന ഒറ്റ ഡിഗ്രി ഒതേ ഉള്ളൂ, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, അമ്മേൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ബോധജാനത്തിന് സിംഹാസനമേ എനിക്ക് വേണ്ടി എല്ലാം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രൊട്ടക്ഷനും ഒരു ശക്തിയൊക്കെ ഉണ്ടല്ലോ, അമ്മ നമുക്കെല്ലാം നേടിത്തരുന്നു. ആൻറ്റി ഇതിനെപ്പറ്റി എങ്ങനെ പറയുന്നത് ആൻറ്റി? അതെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം വെച്ച് പറയാം, അത് ശരിയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ശക്തി ഒരു ഭയങ്കരം തന്നെയാണ്. ഭയങ്കര അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം ഞാനിപ്പോൾ പറയാം. എൻ്റെ മോനെ പോലും പിടിച്ചു കുലുക്കിയ ഒരു അത്ഭുതമായിരുന്നു അത്. ഞങ്ങളുടെ വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിണർ കുഴിക്കുക. അപ്പോൾ കിണർ കുഴിക്കാനായിട്ട് 4-5 ദിവസം ഒരു 4-5 പണിക്കാർ നിന്ന് കിണർ കുഴിച്ചിട്ട് ഒട്ടും താഴോട്ട് പോയിട്ടില്ല, 4-5 അടിയേ പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എൻജിനീയർ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് ഈ സ്ഥാനം മാറ്റണമെന്ന് തോന്നുന്നു, 4-5 ദിവസമായിട്ട് ഈ പണിക്കാർ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഈ കിണർ കുത്തുന്നത് മാത്രമേ ഉള്ളൂ, എന്നിട്ട് അത് താഴോട്ട് പോകുന്നതെന്ന് ഭയങ്കര ഹാർഡാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ പാറയുണ്ടോയെന്ന് വെച്ചാൽ പാറയൊന്നുമില്ല, പക്ഷെ ഭയങ്കര പാറയെക്കാളും കട്ടിയായിട്ട് ഇരിക്കുവാണ്, താഴോട്ട് അങ്ങ് നീങ്ങുന്നില്ല, പണി നീങ്ങുന്നില്ല, നമുക്ക് സ്ഥാനം മാറ്റി നോക്കിയാലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഈശോ കാണിച്ചു തന്ന സ്ഥലമല്ല, അപ്പോൾ വെള്ളം കാണും, ഏതായാലും നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ജപമാല അങ്ങ് ചൊല്ലിയാലോ. എഞ്ചിനീയറോട് പറഞ്ഞു. എഞ്ചിനീയർ കത്തോലിക്കനാ. അപ്പം ഞാൻ ജപമാല ചൊല്ലിയാലോ എന്ന്.
പുള്ളി പറഞ്ഞ് ജപമാലയോ, ഞാൻ പറഞ്ഞു ഇന്ത്യ ഏതായാലും നമുക്ക് ജപമാല ചൊല്ലാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ചൊല്ലിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ചൊല്ലാന്ന്. അപ്പം അന്ന് മോന് എഞ്ചിനീയറിംഗിന് പഠിക്കുക, അവൻ അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പം അവനെ കൂടെ വിളിച്ചിരുത്തി ഞങ്ങൾ 3 പേരും കൂടെ മുട്ടുമേ നിന്ന് ഒരു കൊന്ത അങ്ങ് ചൊല്ലി. നിങ്ങളുടെ മുട്ടുമെന്ന് കൊന്തയില്ലേ? അത് ഇതിനു വേണ്ടി മാത്രം, കുടുംബ പ്രാർത്ഥന കൂടാതെ ഒരു ജപമാല. ഈശോയോട് ഇങ്ങനെയാ പറഞ്ഞത്, ഈശോ കഠിന ഹൃദയം മാംസലമാക്കുന്നതല്ലേ നീ, നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈ കിണറിനെ അമ്മയുടെ വിമല ഹൃദയം വഴി പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജപമാല അങ്ങ് ചൊല്ലിയിട്ട് ഞങ്ങൾ പിന്നെ കയറി കിടന്നു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ഈ എഞ്ചിനീയർ വിളിച്ചിട്ട് ഭയങ്കര വെപ്രാളോ പേടിയോ ഏതാണ്ട് പോലെ അങ്ങോട്ട് സ്വരം. അപ്പൊ ഞാൻ വെച്ചാൽ നീ വല്ലതും അപകടം പറ്റിയോ, അവിടെ പണിക്കാർക്ക്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറയാ. ദേ കുഴഞ്ഞിരിക്കുന്നു, ഇന്നലെ രാത്രി കല്ല് പോലെ ഇരുന്ന സാധനം ഈ മണ്ണതെ കുഴഞ്ഞാരാണ്ട് വെള്ളം ഒഴിച്ച് കുഴഞ്ഞ പോലെ ഇരിക്കുന്നു, അവര് ചുമ്മാ കോരി എടുക്കുവാന്ന് പറഞ്ഞു. മണ്ണ് കോരിക്കളയാണ്. ഇത് പറഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്ടം പോലെ വെള്ളം, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. വെറും ഞങ്ങൾ ഈ ജപമാല ഒന്ന് മാതാവിന്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഈ കിണറിനെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു കൊന്ത ചൊല്ലിയതേ ഉള്ളൂ. പക്ഷെ ആ കൊന്തയുടെ ശക്തി അത് ശരിക്കും അത് മോനും ഭയങ്കര ഒരു അനുഭവമായിട്ട് മാറിയ. നമ്മുടെ പ്രിയപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയൊക്കെയും ഒത്തിരി സംരക്ഷണം അറിഞ്ഞ പാപ്പയാണല്ലോ. പാപ്പയുടെ ഒരു ചാക്രലേഖനത്തിന്റെ ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ലെറ്റ് us sit and learn from the school of Mary. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും പഠിക്കണമെന്ന്. പ്രത്യേകിച്ച് നിങ്ങൾ അമ്മമാരൊക്കെ കേട്ടോ, ഞങ്ങളല്ല കുറച്ചുകൂടി നിങ്ങളെ ഉദ്ദേശിക്കുന്നത്, അമ്മമാരൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ നിന്ന് പഠിക്കണമെന്ന്. ഞാൻ പിന്നെ കുറച്ചുകൂടിയൊക്കെ വായിച്ചപ്പോൾ ഇതിന് സമാന്തരമായിട്ടൊരു കഥയും കൂടി എൻ്റെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു, പരിശുദ്ധ അമ്മയുടെ ചില അറിയപ്പെടാത്ത ഗുണങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്നുള്ള സമാന്തര പുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെയും കൊണ്ട് യൗസപിതാവൊക്കെ ആയിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്, ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് രായ്മാനം. അപ്പോൾ പോയ വഴി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കർഷകരൊക്കെ ഇവരുണ്ട് ഈജിപ്തിന് എത്താറായപ്പോഴത്തേക്ക്. അപ്പോൾ ഇവർ ഓടുന്ന കണ്ടപ്പോഴത്തേക്ക് അവർ കർഷകർ ചോദിച്ചു എന്താണ് വെപ്രാളത്ത് ഓടുന്നത്, കൈക്കുഞ്ഞിനായിട്ട് ഓടുന്നത്. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ അപ്പോൾ യൗസപിതാവ് പറഞ്ഞു എൻ്റെ കൊല്ലാനായിട്ട് ഭടന്മാർ പുറകെയുണ്ട്, അതുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഇവർ പറഞ്ഞു പേടിക്കണം, നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, ഞങ്ങൾ നിങ്ങളെ കണ്ടെന്ന് പോലും പറയത്തില്ലെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ തിരിഞ്ഞു എന്ന് പറഞ്ഞെന്നാണ് കഥ പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറയണ്ട, നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരങ്ങ് കുറച്ചുകൂടി നടന്നു പോയി, തൊട്ടു പുറകെ ഭടന്മാർ അതേ വഴി തന്നെ എത്തിയെന്നാണ് കഥ. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഞങ്ങളിവിടെ കിളച്ചുകൊണ്ട് ഞാറ് നടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരങ്ങ് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അവരത് ഞാറ് നട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അവരങ്ങ് പോകുന്നത് കണ്ടത്. ഈ ഭടന്മാർ തൊട്ടു പുറകെ കുതിരയും പറത്തിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാറൊന്നും ഇല്ല, അവിടെ മുഴുവൻ ഗോതമ്പ് പൂത്ത് നിൽക്കുകയാണ്, ഏറ്റവും വിളവെടുപ്പിന് സമയമായിട്ട് നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എന്നിട്ട് പിന്നീട് കഥ അവസാനമാണ്, പരിശുദ്ധ അമ്മ കള്ളം പറയാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞു. ഈ ഉണ്ണി വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും എന്ത് സംഭവിച്ചാലും മരണത്തിൻ്റെ അങ്ങനെയല്ല തിരുവചനം പറയുന്നത്, മരണത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ കള്ളം പറയരുത്, സത്യം കൈവിടരുത്, ദൈവം നിങ്ങൾക്കായി പൊരുതിക്കൊള്ളുന്നതാണ് തിരുവചനം പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും പുണ്യങ്ങൾ പറയാനുണ്ടോ? ജപമാലയുടെ രഹസ്യം ഞാൻ ശരിക്കും പഠിച്ചത് എൻ്റെ അമ്മാമ്മയുടെ കയ്യിൽ നിന്നാണ്, അപ്പച്ചൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ജപമാല ചൊല്ലി നിൽക്കുന്നു, പഴയ അമ്മച്ചി. അപ്പം അമ്മാമ്മയുടെ പേര് ഐപ്പുമറിയും, അപ്പം എൻ്റെ മാമോദിസ പേരും മാതാവെന്നാണ്. അപ്പം അമ്മാമ്മ പറയാറുണ്ട് ഈ മാതാവിൻ്റെ മാമോദിസ പേരുള്ള അവർക്ക് സ്പെഷ്യലാണ്, അവർക്ക് സ്പെഷ്യലാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എലിസബത്ത് ആണ്. അപ്പൊ ഇച്ചിരി അടുത്തൊക്കെ വരും, കുഴപ്പമില്ല. അവരടുത്ത് വരുമ്പോ എനിക്ക് അഭിഷേകം കിട്ടും. അപ്പൊ അങ്ങനെ അമ്മാമ്മ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുനാൾ മുതലേ ഈ മാതാവ് നമുക്കൊരു ബാക്കി ആരോ വെച്ചാ അവരെക്കാളും നമ്മൾ അങ്ങനെ ഒരു മാതാവിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം ഈ കൊന്ത ചൊല്ലുമ്പോഴും ഇങ്ങനെ അപ്പം ഈ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ചില തടക്കദോഷങ്ങൾ, ചില കാര്യങ്ങൾ അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല, ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല. ആ സമയങ്ങളിൽ അല്ലെങ്കിൽ ചിലവരോടുള്ള ചില ദേഷ്യങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഓർക്കുന്ന ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് 3-4 അനുഭവം എനിക്കുണ്ട്. വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ കൺട്രോളിൽ പറ്റാത്ത ചില കാര്യങ്ങൾ ആ സമയത്ത് ഒന്ന് കൈവിരിച്ച് നിന്ന് ഒരു രഹസ്യം ചൊല്ലി മാതാവിനെ ഒന്ന് കഴിച്ചു, അമ്മ എനിക്ക് പറ്റണില്ല അമ്മ ഒന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ എന്നെ ചേർത്ത് വെക്കണമെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു രഹസ്യം ചെല്ലുമ്പോൾ നമ്മൾ പോലും അറിയാതെ എവിടുന്നോ നമുക്കൊരു ഒരു സ്നേഹത്തിന്റെ അനുഭവം, കരുതലിന്റെ അനുഭവം. ഞാൻ വേറൊന്നും ഓർക്കുന്ന കാര്യം, എൻ്റെ തലോട്ടമ്മ, എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ എൻ്റെ തലോട്ടമ്മ. അപ്പോൾ പണ്ട് കുഞ്ഞുനാളിൽ
ബസ്സിൽ പോകുമ്പോൾ ആൻറ്റിയുടെ ഒരു സ്വഭാവമുണ്ട്. ആൻറ്റി ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയും, അതെ വെറുതെ ഇരിക്കണ്ട കേട്ടാ, സുഹൃദേവൊക്കെ ചെലിക്കോ, വണ്ടി ഇരുന്ന് വിളിച്ചു പറയും. വണ്ടി ഇരുന്ന് വിളിച്ചു പറയും. അപ്പൊ ഭയങ്കര നാണക്കേടാ. അപ്പൊ ആൻറ്റിയുടെ കൂടെ കയറിയ ആൻറ്റിയുടെ അടുത്തിരിക്കും. ദൂരെ ഇരിക്കണമെങ്കിൽ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, എൻ്റെ അമ്മ എൻ്റെ ആശ്രയം, അതൊക്കെ ചെല്ല് 10 രൂപ ചെല്ലും. അപ്പൊ നാണായിട്ട് എല്ലാവരും ഇങ്ങനെ ബസ്സിൽ നോക്കുമ്പോൾ അപ്പൊ ഞാനതിങ്ങനെ ഓർത്തത് പിന്നീട് നമുക്ക് മക്കൾ വന്നപ്പം, മക്കൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവർക്ക് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ. കാര്യം ആ അമ്മയെ തിരിച്ചറിഞ്ഞ സ്വർഗത്തിൽ ഈ ലോകത്തിലെ അമ്മ ഇവിടെ കൊണ്ട് തീരും, അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ അമ്മയുണ്ടാവും. ആ അമ്മേനെ ഇവിടെ കൊണ്ട് തിരിച്ചറിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അമ്മയെ കാണാൻ എളുപ്പമാണ്. അപ്പൊ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നുള്ള ആ സുഹൃദേവ വേറെ ഒരു പ്രാർത്ഥന ഓർത്തില്ലെങ്കിലും ഇത് ഓർക്കുമ്പം അതൊരു പ്രൊട്ടക്ഷൻ ആ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ പ്രീതിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ അമ്മയുടെ കരുതലിൽ നിന്നും തുടരലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പണ്ട് കണ്ട പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയെ പറ്റി പെട്ടെന്ന് ഓർക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പാഷൻ ഓഫ് ക്രൈസ്റ്റ് പല പ്രാവശ്യം. വീണ്ടും നമ്മുടെ വിശുദ്ധവാരമൊക്കെ വരുമ്പോൾ പള്ളികളിലൊക്കെ വീണ്ടും പ്രദർശിപ്പിക്കുമായിരിക്കും. ഇതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഭാഗമെന്ന് പറയുന്നത് ഈശോ കുരിശുമായിട്ട് വീഴാൻ പോവുകയാണ്. ഈശോ പീഡാസഹനങ്ങളൊക്കെ സഹിച്ച് കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ കുരിശുമായിട്ടങ്ങ് മറിഞ്ഞ് വീഴാൻ പോകുമ്പോൾ അങ്ങ് അകലേന്ന് മാതാവ് ഓടി വരികയാണ്. മാതാവ് ഓടി വന്നിട്ട് ഈശോ അങ്ങ് സൈഡിലേക്ക് കുരിശുമായിട്ടങ്ങ് വീഴുന്നു, തറയിലേക്ക് അങ്ങ് മുട്ടുന്നു, മുഖം ഇടിച്ച് വീഴുകയാണ്. അപ്പോൾ മാതാവും കുറച്ചങ്ങ് മാറി തല നിലത്തേക്ക് ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സിനിമ ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഈശോയുടെ ബാല്യത്തിലേക്ക് പോകുന്നു. ഉണ്ണിയായ ഈശോ ഒരു പുൽത്തകടിയുടെ അരികിൽ കൂടി ഓടി വന്നിട്ട് ആ വീടിൻ്റെ പുറത്തേക്കുള്ള ആ ചെറിയ കമ്പ്, ചെറിയൊരു മതിൽ പോലെ വെച്ചേക്കുന്ന സാധനം ചാടിക്കിടക്കുകയാണ്. ചാടിക്കിടന്നതും കാലിടിച്ച് വീണു. അപ്പോൾ ഉണ്ണീശോ കിടന്ന് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് പരിശുദ്ധ അമ്മ ഫാസ്റ്റായിട്ട് ഓടി വന്ന് ഉണ്ണീശോനെ കോരി പിടിച്ചിട്ട് പറയാണ്, സൺ ഐ ആം വെരി നിയർ ടു യു. എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരി ആശ്വാസം എന്നുള്ള സാധനമായത്. അമ്മ പറയുന്നു, മോനെ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്, കൂടെയുണ്ട്. ഈ കൂടെ നിൽക്കുന്ന അനുഭവത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ കേട്ടത്. പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന ആ ഒരു അനുഭവം ഉള്ളത് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മളുടെ വീട്ടു ജോലിയുടെ ആ ഒരു തിരക്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്തേക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ആദ്യത്തെ ഒരു രഹസ്യം മുട്ടുമേൽ നിന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നത്തെ രഹസ്യങ്ങളെല്ലാം ഞാൻ വൃന്ദമാലാകമാരോടൊപ്പമാണ് ചെല്ലണത്. അപ്പോൾ നമുക്ക് വീട്ടു ജോലികൾ ചെയ്യുന്ന സമയത്തേക്കും കയ്യിൽ ജപമാല പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓരോ ഒന്നാം വൃന്ദമാലാകമാരോടൊപ്പം നന്മ നിറഞ്ഞ മറിയമേ, രണ്ടാം വൃന്ദമാലാകമാരോടൊപ്പം നന്മ നിറഞ്ഞ ഇല്ല 9 വൃന്ദമാലാകമാരോടൊപ്പം നന്മ നിറഞ്ഞ മറിയമേ, 10ാമത്തത് സകല വിശുദ്ധരോടൊപ്പം നന്മ നിറഞ്ഞ മറിയമേ. അപ്പം ഓരോ നിയോഗങ്ങൾ ഇപ്പം രാവിലെ തന്നെ മക്കളുടെ ഓരോരുത്തരെയും ഓരോ നിയോഗങ്ങൾ വെച്ച് ഇങ്ങനെ ചെയ്യാം. പിന്നെ മക്കളെ സ്കൂളിൽ പോകാൻ റെഡിയാക്കണ സമയത്തൊക്കെ എല്ലാ ദിവസവും ഇല്ലെങ്കിലും അവരുടെ ഓരോ ആവശ്യങ്ങളുള്ള ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഇപ്പോൾ കുളിപ്പിക്കുമ്പോഴാണേലും അവരെ കൂടെ ചേർക്കും, അവരുടെ ആ ഒരു കാര്യം പറയും, എന്നിട്ട് വൃന്ദമാലാകന്മാരോടൊപ്പം പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എപ്പോഴും ഈ എന്താവശ്യമുള്ളപ്പോഴും ഈ ഒരു ചിലപ്പോൾ ഞാൻ കുറേ നേരത്തെ നിർത്തിയിട്ടുണ്ടാവും ചൊല്ലിയത്. അപ്പം അടുത്ത രഹസ്യം എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തേക്ക് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ കുക്ക് ചെയ്യണ സമയത്തായിരിക്കും. അപ്പം ഒരു ടെൻഷനിലായിരിക്കും, ചിലപ്പോൾ ഇത് ശരിയാവുമോ എന്ന് വിചാരിച്ചായിരിക്കും കുക്ക് ചെയ്യണത്. അപ്പം വൃന്ദമാലാകന്മാരോടൊപ്പം ഒരു രഹസ്യം ചെല്ലും. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എപ്പോഴും ജപമാല എപ്പോഴും കാണുന്നത്. ഇത് ഒരു വീട്ടമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ക്രിസ്ത്യാനിക്കും എല്ലാ മനുഷ്യർക്കും സകല ജനതയ്ക്കും വേണ്ടി സ്വർഗം തന്ന സമ്മാനമായ ജപമാല ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊരു വലിയ പ്രൊട്ടക്ഷനാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഗബ്രിയേൽ അമോർത്തോ എന്ന് പറയുന്ന അടുത്ത കാലത്ത് മരിച്ചുപോയ വിശുദ്ധനായ പുരോഹിതനുണ്ട്. ഈ വിശുദ്ധനായ പുരോഹിതൻ സഭയുടെ ഔദ്യോഗിക എക്സോസിസ്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് റോമിൻ്റെയൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള അദ്ദേഹത്തെ പറ്റി. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഒരിക്കലും സാത്താൻ ഒരു ചെറുപ്പക്കാരനിൽ മേത്തുന്ന ഈ സെക്ഷൽ സിൻസിൻ്റെയൊക്കെ അഡിക്ഷനുള്ള ചെറുപ്പക്കാരൻ്റെ മേത്തുനിന്ന് സാത്താൻ ഇറക്കി വിടുന്ന സമയത്ത് ഈ സാത്താൻ വിളിച്ചു പറഞ്ഞിട്ട് പോവുകയാണ്, ഇതൊക്കെ എന്ത് മനുഷ്യന്മാരാ, എന്തിന് അച്ഛന്മാരുടെ അടുക്കളൊക്കെ കൊണ്ടുവരുന്നത്, ഉറപ്പോടെ ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലിച്ചാൽ മതി, ഞങ്ങൾ പേടിച്ചിറങ്ങിപ്പോകും. സാത്താൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. ഈ അച്ഛൻ സാക്ഷ്യപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഞാനിത് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഒരു ധ്യാനത്തിന് സമയത്ത് ഇങ്ങനെ അവതരിപ്പിച്ചു. ഒന്നൊരു കൊച്ച് ഇത് പിറ്റേ ദിവസം വന്നിട്ടുണ്ട് പറയാണ്, പിറ്റേ ദിവസം വന്നിട്ട് അച്ഛാ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് പാപം ചെയ്യേണ്ട അവസ്ഥ തോന്നി. അപ്പം ഞാൻ ഉറപ്പോടെ എഴുന്നേറ്റ് മുട്ടുകുത്തി എന്നിട്ട് ഉറക്കൊരു നന്മ നിറഞ്ഞ മേലി. അപ്പം തന്നെ ആ ഒരു ലൈംഗികമായുള്ള പാപത്തിൻ്റെ എൻ്റെ സകല ആസക്തിയും ഓടിപ്പോയി. അത്ര ബലമാണ് ഈ ഒരു കുഞ്ഞു പ്രാർത്ഥനയ്ക്ക്. നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ ഒപ്പം പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ?
പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിക്കരുത്. നമ്മൾ അതിലേക്കാണ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് പോകണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണല്ലോ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് വിശുദ്ധി ജീവിക്കുക, അവർക്ക് വരദാനങ്ങൾ നിറഞ്ഞ് പഠിക്കാൻ പറ്റുക, അവർ ജീവിതം എന്ന് മനസ്സിലാക്കുക. കാരണം പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിച്ചപ്പോഴത്തേക്കാണ് ശിഷ്യന്മാർക്ക് വേണ്ടതെല്ലാം കിട്ടിയത്. ആദ്യം പന്തക്കുസ്ത അനുഭവം പോലും തിരുസഭയ്ക്ക് കിട്ടുന്നത് പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ. ആൻറ്റി, ഈ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അതാണ് ഒരു കുടുംബത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കേണ്ടത്. ആൻറ്റി അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ശരിക്കും അതിനെക്കുറിച്ച് ഒരു അനുഭവം തന്നെ ഞാൻ പറയാം. അപ്പോൾ Okay. കുറച്ചുകൂടെ ക്ലിയർ ആകും. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഗേൾസ് ഹോസ്റ്റൽസിൽ റിട്രീറ്റ് നടത്തുക. അപ്പോൾ എന്നെ വിളിച്ചു, കൗൺസിലിംഗ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ശരിയെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആ ഓർഗനൈസേഴ്സിൽ ഒരു പെണ്ണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇറങ്ങുക, ഇപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. അതല്ല ആൻറ്റി വരുമ്പോഴത്തെ നേരെ കൗൺസിലിങ്ങിന് കയറരുത്, മാതാവിനെ കുറിച്ച് ഒരു ടോക്ക് കൊടുത്തിട്ട് വേണം കയറാൻ. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയൊന്നുമില്ല, നീ കൗൺസിലിംഗ് എന്നല്ലേ പറഞ്ഞിരുന്നേ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണ്ടേ? അല്ല ആൻറ്റി, അത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ മെസ്സേജ് ഞങ്ങൾക്ക് ഭയങ്കര ശക്തമായിട്ട് തോന്നിയതാണ്, അതുകൊണ്ട് ആൻറ്റി അത് മാതാവിനെ കുറിച്ച് ടോക്ക് കൊടുത്തിട്ട് കൗൺസിലിംഗ് കയറിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അവൾ ഫോൺ അങ്ങ് വെച്ചു. അപ്പം ഞാൻ വെച്ച്, ദൈവം ഞാൻ പ്രാർത്ഥിച്ചില്ല, ഒരുങ്ങിയില്ല, ഞാൻ എന്താ പറയുന്നത്? ശരിയാ, മാതാവ് നമുക്ക് നല്ല അനുഭവമാണ്, എല്ലാം ശരി, പക്ഷെ എവിടെ തുടങ്ങണം, എന്നാ പറയണം എന്നുള്ള ഒരു വെപ്രാളമായി. ഞാൻ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. എന്നാൽ പിന്നെ ബൈബിൾ എടുത്ത് എന്തെങ്കിലും ഒന്ന് വചനമൊന്നുമല്ലോ എടുക്കാൻ. പിന്നെ എനിക്കൊരു ടെൻഷനാണ്, ബൈബിളിനകത്ത് എന്നാ കിട്ടും എന്താണല്ലോ. അവസാനം ഞാൻ നോക്കി സമയവും ഇല്ല. അപ്പോൾ ഞാൻ ഈ വചനപ്പെട്ടിയുണ്ടല്ലോ, ബൈബിൾ ബോക്സ്, ഞാൻ വെച്ചു, എൻ്റെ ഈശോ എനിക്ക് എന്തെങ്കിലും ഒരു വചനം, അതേ തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു സംഭവം തരണേ, മാതാവിനെക്കുറിച്ചുള്ള ടോക്കൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ വചനപ്പെട്ടി തുറന്നിട്ട് അതിനകത്തുനിന്ന് ഞാനൊരു സ്ട്രിപ്പ് എടുത്തപ്പോഴത്തേക്കും കിട്ടിയ വചനം, ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. യാതൊരു ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. എനിക്ക് സങ്കടവും ചിരിയും ദേഷ്യവും എല്ലാം കൂടെ ഒന്നിച്ചു വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ദമ്പതികളെ ധ്യാനമൊന്നും അല്ല, ഹോസ്റ്റലിലെ പെൺപിള്ളേർക്ക് മാതാവിനെ കുറിച്ച് പറയാൻ ഈ വചനം വെച്ച് ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ നിനക്ക് എന്നാ നാണക്കേടാ, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ വചനപ്പെട്ടി അടച്ചു വെച്ചിട്ട് ഞാൻ വെച്ചു, ഏതായാലും മാതാവിനെ കുറിച്ചല്ലേ, ഞാൻ ഇവിടുന്ന് അവിടം വരെ, ഞാൻ സ്കൂട്ടറിലല്ല പോകുന്നത്, അവിടുന്ന് അവിടം വരെ ജപമാല ചൊല്ലിക്കൊണ്ട് പോകാമെന്ന് വെച്ചു. ഇവിടുന്ന് അവിടെ വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് തന്നെ പോയി. അവിടെ ചെന്ന് കയറി ഉടനെ നേരെ കൊണ്ട് ഹോളിൽ കൊണ്ട് നിർത്തി മാതാവിനെ കുറിച്ചുള്ള ടോക്കാണ് അടുത്തതെന്ന് പറഞ്ഞ് പിള്ളേരോടും പറഞ്ഞു. ഞാൻ കയറി നിന്നിട്ട് എനിക്ക് ഈ പോകുന്ന വഴിക്കൊന്നും എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ആ മൈക്കിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് എനിക്കങ്ങ് വെപ്രാളായി. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് മാതാവിനെ കുറിച്ച് ഒരു സംഭവം കിട്ടുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് ഈ വചനം തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഈശോ ഞാൻ ഈ വചനം പറയും, നിനക്കാ നാണക്കേട് എന്നും പറഞ്ഞു ഷൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനം അങ്ങ് പറഞ്ഞു, ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, മത്തായി 19:6 പറയുന്നു. ഇത് പറയുമ്പോഴും എനിക്കങ്ങ് പറയാം. പക്ഷെ ഇത് പറഞ്ഞു തീർന്ന ഉടനെ തൊട്ട് പുറകെ ബാക്കി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. ബാക്കി കാര്യങ്ങൾ ഉടനെ വന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പം നീ ഗർഭം ധരിക്കും, അപ്പം ഈശോ ഉണ്ടാവും എന്നുള്ള ആ ഭാഗം അങ്ങ് പറഞ്ഞു. അപ്പോൾ അത് മാലാഖയല്ല വന്ന് പറഞ്ഞത്, മാലാഖയാണ് വന്ന് പറഞ്ഞെങ്കിലും അത് പിതാവായ ദൈവത്തിൻ്റെ സന്ദേശമായിരുന്നു. അപ്പം പിതാവായ ദൈവമാണ് അമ്മയും പരിശുദ്ധാത്മാവിനെയും കൂട്ടി യോജിപ്പിച്ചത്. അപ്പൊ അത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, അത് വേർപെടുത്താൻ നമുക്ക് പറ്റുകയില്ല, നമ്മൾ ചെയ്യാനും പാടില്ല, പറ്റില്ല എന്നുള്ള കാര്യം പിതാവായ ദൈവമാണ് അവരെ കൂട്ടിയത്. അപ്പൊ അത് ആരും വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു. അപ്പോൾ അതേ തുടർന്ന് ഞാൻ പറഞ്ഞിങ്ങനെ, അപ്പം ഈശോ നാച്ചുറലി ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു, മാതാവ് എവിടെയുണ്ടോ അവിടെ ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ട്, അവരെ വേർപെടുത്താൻ നമുക്ക് പറ്റത്തില്ല, കാരണം പിതാവായ ദൈവമാണ് അവരെ കൂട്ടി യോജിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് മാതാവിനെ കൂടാതെ പരിശുദ്ധാത്മാവിനെ മാത്രം മതിയെന്ന് നമ്മൾ വിചാരിക്കുന്നത് മണ്ടത്തരാണെന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ചെറുതായിട്ട് തന്നെ പക്ഷെ വളരെ ശക്തമായിട്ട് അത് പറയാൻ പറ്റി കൊടുത്തു. രാത്രി ആയപ്പോഴത്തേന് ഹോസ്റ്റലിലെ വാർഡൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാവിലത്തെ ആ മാതാവിനെ കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പിള്ളേരെ സ്പർശിച്ചു എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയത്തില്ലായിരുന്നു, ആ ഗ്രൂപ്പിനകത്ത് കാത്തലിക്സ് മാത്രമല്ല, മാർത്തോമൈറ്റ്സ് ഉണ്ടായിരുന്നു, പെന്തക്കോസ്റ്റ സഭയിലുള്ളവരുണ്ടായിരുന്നു, കത്തോലിക്കർ പെന്തക്കോസ്റ്റയിലേക്ക് പോയ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ പലരും വന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് വന്നേച്ചും പറഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി, ഞങ്ങൾ മാതാവിനെ കൂടാതെ കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊരു തെറ്റാണെന്നുള്ള കാര്യം. ഞങ്ങൾ വീണ്ടും കൊന്ത ഉപേക്ഷിച്ചവരുണ്ടായിരുന്നു, അവർ പറഞ്ഞു ഞങ്ങൾ വീണ്ടും ജപമാല ചൊല്ലാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് മക്കളെ വിശുദ്ധി വളർത്തണോ, മക്കളെ വിജ്ഞാനത്തിൽ വളർത്തണോ, മക്കളെ വിശുദ്ധി എല്ലാം ഈ
പുണ്യങ്ങളെല്ലാം ചേർത്ത് വളർത്തണോ, ജപമാല കൈ കൊടു, അവർ വിശുദ്ധിയിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ വളർന്നു വരും. അച്ഛാ, ഞാനിത് ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓർക്കായിരുന്നേ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് ഇത് ചെയ്യാൻ ജപമാലയിലൂടെ ഞാൻ ഓർക്കാം. ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓരോ മക്കൾക്ക് വേണ്ടിയിട്ട് ചില ദിവസങ്ങൾ ഇടയ്ക്ക് മിസ്സായിപ്പോൾ നമ്മൾ ജപമാല കൊന്ത ചൊല്ലി ഞാനിങ്ങനെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കതിൻ്റെ ഒരു അനുഭവം പറയാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില നമ്മൾക്ക് അറിയാതിരുന്ന ചില മേഖലകൾ പിള്ളേർക്കും ചിലപ്പോൾ അറിയായിരിക്കാം, അറിയില്ലായിരിക്കാം, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരിക. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ഈ ചെല്ലുമ്പോൾ ദൈവമേ എനിക്കിത് അറിയില്ലല്ലോ, പക്ഷേ നമുക്കങ്ങ് പ്രാർത്ഥിക്കാൻ തോന്നുക. എൻ്റെ അനുഭവം ഇതാണ്, കുറച്ച് നാൾ നമ്മളങ്ങ് പ്രാർത്ഥിച്ച് ഇതങ്ങ് ആരോടും പറയണ്ടാവില്ല, മക്കളോടത്തും ചോദിക്കണ്ടാവില്ല, ഒന്നും ചോദിക്കണ്ടാവില്ല, നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇത് അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളറിയാം അങ്ങനെ ഒരു ആ ഒരു കുഞ്ഞു ബ്ലോക്ക് അവർക്ക് ഉണ്ടായിരുന്നു. അറിയാം, അറിയാതിരിക്കാം, പക്ഷെ അവരതിൽ നിന്ന് മാറിപ്പോണത്, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അവരുടെ മാറുന്നത് എനിക്ക് അവരോട് ചോദിക്കേണ്ടത് പോലും വന്നിട്ടില്ല, പറയേണ്ടത് പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് ഈ മക്കൾക്ക് നമ്മൾ കൊടുത്താലുള്ള ഒരു പ്രത്യേകത. അതുപോലെ ഓർക്കായിരുന്നു, ഈ പരിശുദ്ധാത്മാവ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണല്ലോ പരിശുദ്ധ അമ്മ. അപ്പൊ ജപമാല ചൊല്ലി ആത്മാവിന്റെ നിറവ് നമുക്ക് കിട്ടുന്നു. ഈ ഏഞ്ചൽസ് ആർമിയുടെ ഈ തുടക്കം പോലെ ഒരിക്കൽ ഒരു അഖണ്ഡ ജപമാല നമ്മളിങ്ങനെ ഒരു കുറേയേറെ പേര്, ഒരു 3 ചെയിൻ ഒരു സമയത്തൊക്കെ 3 പേര് ഇരുന്ന് ജപമാല ചൊല്ലും. അതായത് ഇപ്പൊ 3 തൊട്ട് 4 വരെ പലരിരുന്ന് അഖണ്ഡ ജപമാല നടക്കുകയാണ്. അഖണ്ഡ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു തോന്നല്, ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഉണ്ട്. അപ്പൊ ഇത് കുഞ്ഞുങ്ങളെങ്ങനെ ജപമാല ചെല്ലും? നമുക്ക് ആകെ സംശയം. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ നന്മ നിറഞ്ഞ ചെല്ലാം ഇങ്ങനെ കൊടുക്കാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അഖണ്ഡ ജപമാല കുട്ടികൾ എങ്ങനെ ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ നമുക്ക് തോന്നല് ശരിയാണോ തെറ്റാണോ? അപ്പം ആ സമയത്ത് പലരിലൂടെ ഞാൻ ഓർക്കണത്, ഒരു ആൻറ്റി, ഒന്നും അറിയാത്ത ഒരു ആൻറ്റി വിളിച്ചിട്ട് ഞങ്ങളോട് പറയാം, അതെ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്, അത് തട്ടിക്കളയരുത്. അപ്പം നമുക്ക് വീണ്ടും അതൊരു പ്രേരണയായി. വീണ്ടും നമ്മൾ ഈ ജപമാല കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു സമയത്താണ് ഈ കുട്ടികൾക്ക് വചനം പഠിപ്പിച്ചു കൊടുക്കേണ്ടതും സുഹൃദൈവം ചെല്ലേണ്ടതും ഇവരുടെ ഹീറോസ് വിശുദ്ധരാണെന്നും വിശുദ്ധരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ തോന്നലുകൾ ഈശോ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇതിങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെയാണ് ഏഞ്ചൽസ് ആർമിയുടെ ഒരു തുടക്കം വന്നത്. കുട്ടികളുടെ അതായത് ഇതിന്റെ ഒരു ക്യാപ്റ്റൻ പരിശുദ്ധ അമ്മയാ. അമ്മയുടെ പുറകെ കുഞ്ഞുങ്ങള് ഒരുമിച്ച് മാലാഖമാരാൽ ചുറ്റപ്പെട്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഏഞ്ചൽസ് ആർമി ഒരു സൈന്യം അങ്ങ് നീങ്ങുന്നു വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്കുള്ളൊരു അത് അമ്മയ്ക്കാണ് പറ്റുക. ഒരു യുവ വൈദികൻ അടുത്തിടെ പങ്കുവെച്ച ഒരു അനുഭവത്തിലൂടെ നമുക്ക് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. അച്ഛൻ ആദ്യമായിട്ട് ഇന്നറിയപ്പെടുന്ന ധ്യാനഗുരുവാണ് അദ്ദേഹം ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ധ്യാനം നടത്തിയത്. ജീവിതത്തിൽ ആദ്യത്തെ ധ്യാനമായിരുന്നു. അപ്പോൾ ധ്യാനത്തിന് അദ്ദേഹം ഭയങ്കര ആദ്യ ധ്യാനങ്ങൾ ഹൈ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ നല്ല അലമ്പന്മാരെന്നൊക്കെ ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം മുമ്പേ തന്നെ കുറേ കരുതലൊക്കെ എടുത്തു. പക്ഷേ 4 ദിവസം ധ്യാനം പിള്ളേർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസത്തിന് അച്ഛൻ നോട്ട് ചെയ്തു, ഒരുത്തും നല്ല അലമ്പരായിരുന്നു. അപ്പോൾ അച്ഛൻ ആദ്യത്തെ ദിവസത്തിന് അവനെ വിളിച്ച് പറഞ്ഞു, മോനെ എല്ലാവരും മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് കൂടി സ്വൽപ്പൂടിയൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നോട്ട് ചെയ്തു. പിന്നെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം വൈകുന്നേരം കുമ്പസാരം, 4-ാം ദിവസം അവർക്ക് തിരിച്ചു പോകാം. അപ്പോൾ പിള്ളേർ നന്നായിട്ട് പെരുമാറിയത് കൊണ്ട് അച്ഛൻ വിചാരിച്ചു ഇനി പള്ളിയിൽ നിന്നിട്ട് പിള്ളേരെ ഒത്തിരി ജയിക്കേണ്ട ആവശ്യമില്ല. കുമ്പസാരത്തിന് മുമ്പ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീ ടൈമാണ്, നിങ്ങൾക്ക് മുറ്റത്തൂടെയൊക്കെ നടന്ന് കൊന്തയെല്ലാം, പള്ളിയുടെ സൈഡിലൊക്കെ പോയിരുന്നു പ്രകൃതിയോടൊപ്പം ഇരുന്ന് കൊന്തയെല്ലാം. പിള്ളേർക്ക് സന്തോഷമായി. പിള്ളേരൊക്കെ ഭയങ്കര ഭയഭക്തി അതിലുള്ള കൊന്തയൊക്കെ എടുത്ത് പുറത്തേക്ക് പോവാണ്. പെട്ടെന്ന് അച്ഛൻ നോക്കി നിന്നപ്പോഴത്തേക്ക്, അച്ഛൻ അകത്തേക്ക് പള്ളിയിലേക്ക് കയറി പോകാൻ വേണ്ടി നോക്കി നിന്നപ്പോൾ ആദ്യം പറഞ്ഞ കുസൃതിക്കാരൻ പയ്യൻ അവൻ ഒരു കല്ലെടുത്ത് കൃത്യമായിട്ട് ഉന്നം വെച്ച് അടുത്തോട്ട് പോകുന്ന ഒരു കോഴി എറിയുന്നു. അവൻ അടുത്ത കല്ലെടുക്കുന്നു, അടുത്ത് നിൽക്കുന്ന മരത്തേലെറിയുന്നു, അടുത്ത കല്ലെടുക്കുന്നു, നടന്നു പോകുന്നവനെറിയുന്നു. അച്ഛന് ദേഷ്യം കൊണ്ട് സഹിക്കാൻ 3 ദിവസം മുഴുവൻ ധ്യാനിപ്പിച്ചിട്ടും കുമ്പസാരത്തിൽ ഒരുങ്ങാൻ പറഞ്ഞു വിട്ടിട്ടും കൊന്തയെല്ലാം പറഞ്ഞു വിട്ടൊക്കെ എല്ലാവരെയും ഒരുത്തിനോട് കല്ലുവാരി എറിഞ്ഞ് കളിക്കുന്നു. അച്ഛൻ അവനെ വേറെ ശുശ്രൂഷനെ പറഞ്ഞു വിട്ടിട്ട് അവനെ വിളിച്ച് കയറ്റി ഊടുപാട ചെയ്തു. ഇങ്ങനെയൊക്കെ ഉണ്ടാവും 3 ദിവസം ധ്യാനം കൊണ്ട് നന്നായിട്ടുള്ള എന്താണോ ആദായം എന്നൊക്കെ ഭയങ്കര ഒച്ച വെച്ച്. അപ്പോൾ അവൻ ഒറ്റ കരച്ചിരി കൊച്ചു പേടിച്ചു പോയി. അച്ഛ ഞാൻ കളിച്ചതല്ല അച്ഛാ. കൊച്ചിൻ്റെ കണ്ണുനീര് വരാൻ തുടങ്ങി. അച്ഛാ എനിക്ക് കൊന്തയില്ലാത്തത് കൊണ്ട് ഞാൻ നിലത്തുനിന്ന് കല്ല് പിറക്കി ഓരോ 10 എടുത്ത് കൈ പിടിച്ച് ഓരോന്ന് വെച്ച് കളയുമായിരുന്നു. ഒരെണ്ണം കല്ല് അച്ഛൻ പറയാണ് ഇതെൻ്റെ തലക്കടിച്ച പോലായിപ്പോയി. ഒരു കൊച്ചു കുഞ്ഞ് ആത്മാർത്ഥമായിട്ട് ജപമാല എല്ലുവാണ്, കയ്യിൽ കൊന്തയില്ലാഞ്ഞിട്ട് അവൻ പറയാണ് അമ്മയ്ക്ക് കൊന്തം മേടിച്ചില്ല, വീട്ടിൽ പൊട്ടക്കൊന്നേ ആകെ ഉള്ളൂ, എന്നിട്ട് എനിക്കൊരു ജപമാല ഇല്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞോണ്ടൊരു കൊച്ചു മുമ്പ് നിൽക്കുമ്പോഴാണ് അച്ഛൻ പറയാം എൻ്റെ സകല അഹങ്കാരവും അതോടെ തീർന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ എത്രയോ ജവമാലകൾ ഇരിപ്പുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ സമ്മാനമായി കിട്ടിയ ജവമാലകളൊക്കെ പലരും തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. ചിലരൊക്കെ ആഭരണമായിട്ട് കഴുത്തണി, ചിലർ പോക്കറ്റിലിട്ട് നടപ്പുണ്ടായിരിക്കും, ചിലർ പേഴ്സിൽ, ചിലർ കയ്യെ ചുറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം എന്തായാലും നമ്മൾ സ്വർഗത്തിൻ്റെ ആയുധമാണ്. പ്രിയപ്പെട്ടവരെ, എടുത്ത് ഉപയോഗിക്കുക. സ്വർഗം നമുക്ക് ഇത്ര മനോഹരമായ ആയുധം തന്നതും ഇത്ര ശക്തയായ ഒരു അമ്മയെ തന്നതും സ്വർഗത്തിലെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. സത്താനത്തിലുള്ള ഏറ്റവും വലിയ ആയുധമായി പരിശുദ്ധ അമ്മയെയും സംരക്ഷണമായി ജപമാലയും തന്നത് നമ്മളെല്ലാവരും സ്വർഗീയ സൈന്യമായി സൈന്യത്തോടൊപ്പം ചേർന്ന് പിതാവിൻ്റെ പക്കലെത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു രാത്രി തന്നെ ഒരു തിരിച്ചറിവിൻ്റെ രാത്രിയാവട്ടെ. പരിശുദ്ധ അമ്മയെ സ്വർഗം എനിക്ക് തന്നത്, എൻ്റെ അമ്മയായിട്ട് തന്നത്, എൻ്റെ അമ്മയെ എന്ന് വിളിക്കാൻ എനിക്ക് ഈശോ കുരിശിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നത്, ഞാനും ഈ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ചൂടേറ്റുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഈ അമ്മ ജപമാല എനിക്ക് സമ്മാനമായിട്ട് തന്നത് എനിക്കുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ്. നമുക്കൊന്നും ചേർന്ന് കുടുംബം ഒന്നിച്ച് ഈ നിമിഷം ഒന്ന് ചേർന്ന് നിൽക്കാം. സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ. എന്നിട്ട് കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ചേ. ബാല്യം മുതൽ നമ്മൾ ചൊല്ലിപ്പടിച്ച ആദ്യത്തെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, സ്വീറ്റായിട്ടുള്ള പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അമ്മേ മാതാവേ, ഈ നിമിഷം ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്വർഗം നോക്കി ഒന്ന് ചേർന്ന് ചൊല്ലുന്നു. നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ കുടുംബങ്ങളെല്ലാവരെയും ചേർത്ത് വെച്ച് സ്വർഗത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയെ, സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടവളെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അമ്മ സ്വർഗത്തിലേക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെല്ലാം വിശുദ്ധിയിൽ വളർന്നു വരുവാൻ, സ്വർഗത്തെ നോക്കി ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാനായിട്ട് കൃപ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.